ഇത് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിലും മെയിനായിട്ട് നമുക്ക് വരുന്നത് ഇതിൻ്റെ കമ്പോണൻസ് പാർട്സുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനും. ഈ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ റൂഫിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, റൂഫ് എന്തിനാന്ന് നമുക്കറിയാം അല്ലേ? റൂഫ് എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു വിശദമായ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, നമുക്കിതിനാണ് റൂഫ് കൊടുക്കണേന്നുള്ളത്. പിന്നെയെന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ പാർട്സുകളാണ്, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും. റൂഫ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് റൂഫ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തിനാണ് റൂഫ് കൊടുക്കണേന്നുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്കത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ റൂഫ് കൊടുക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ റൂഫ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസ് പ്രകാരം അതിലതങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ബാക്കി ഇപ്പം നിങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ബേസിൽ നിന്ന് നമുക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പം അതിലിത് ഓരോരോ റൂഫിൻ്റെ ഗുണങ്ങൾ മുകളിലെ ഭാരം താങ്ങാൻ ആവശ്യമായ ബലമുള്ളതും ഈട് നിൽക്കുന്നതുമായിരിക്കണം, നനവ് തട്ടുമ്പോൾ തകരാറ് സംഭവിക്കാത്തതായിരിക്കണം, മുകളിൽ പതിക്കുന്ന ജലം ശരിയായി ഒഴുകി പോകുന്നതായിരിക്കണം, മഴ, വെയിൽ, കാറ്റ് തുടങ്ങിയവയിൽ നിന്നും കെട്ടിടത്തെ സംരക്ഷിക്കണം, താപവും ശബ്ദവും കടത്തിവിടരുത്, തീ പിടിക്കുന്നതാവരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ നമുക്ക് നല്ലൊരു റൂഫിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. നമുക്കപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസിലേക്ക് പോവാം. റൂഫിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ പോരെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് റൂഫിനെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. റൂഫിനെ പ്രധാനമായിട്ടും നമ്മൾ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 3ആയിട്ടാണ്. അതിലൊന്നാമത് പറയുന്നതാണ് എന്ത്? പിച്ച്ഡ് റൂഫ്. ഈ പിച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. അതായത് പിച്ച്ഡ് ഓർ സ്ലോപ്പിംഗ് റൂഫാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് റൂഫ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെറസ് അല്ലേ, കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ ഫ്ലാറ്റ് റൂഫ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? കർവ്ഡ് റൂഫ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ റൂഫിനെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പിച്ച്ഡ് റൂഫ്. നമ്മളത് സ്ലോപ്പിംഗ് റൂഫ് എന്ന് നമ്മൾ അങ്ങനെ അധികം പറയില്ല, നമ്മൾ പിച്ച്ഡ് റൂഫ് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് കേട്ടോ. അപ്പോൾ പിച്ച്ഡ് റൂഫ്, ഫ്ലാറ്റ് റൂഫ്, കർവ്ഡ് റൂഫ്, ഇങ്ങനെ റൂഫിനെ നമ്മൾ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ഈ പിച്ച്ഡ് റൂഫിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത്. ഫ്ലാറ്റ് റൂഫിന് അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. പിച്ച്ഡ് റൂഫിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. അതാണ് നിങ്ങളോട് എന്തിന് ചോദിക്കാറ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും അതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതാണ്. എന്ത്? പിച്ച്ഡ് റൂഫിൻ്റെ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ തന്നെയാണ് നമ്മളോട് ചോദിക്കുക. അതിനെ ഒരു 5 ക്ലാസിഫിക്കേഷൻസ് 5 എണ്ണം തന്നെയാണ് നമ്മൾ അതിലും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കതിലേക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. പിച്ച്ഡ് റൂഫ്. അപ്പോൾ റൂഫിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പിച്ച്ഡ് റൂഫ്, ഫ്ലാറ്റ് റൂഫ്, കർവ്ഡ് റൂഫ്. ഓക്കെ, നമുക്കത് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, അത്രേ ഉള്ളൂ കേട്ടോ. കൂടുതൽ മഴയും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ പിച്ച്ഡ് റൂഫ് ഉപയോഗിക്കുന്നത്. മഴ കുറവും കൂടുതൽ ചൂടും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് റൂഫ് ഉപയോഗിക്കുന്നു. ഉപരിതലം കർവ് രൂപത്തിലുള്ള കർവ്ഡ് റൂഫ് ലൈബ്രറികൾക്കും തിയേറ്ററുകൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ആവശ്യകത എവിടെയൊക്കെയാണ് കൂടുതൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ റൂഫുകളുടെയും എന്താ പറയുക, കൂടുതൽ ആവശ്യം വരുന്ന ഏരിയാസ് ഏതാണെന്നുള്ള രീതിയിൽ അതൊന്ന് പറഞ്ഞിരിക്കണമെന്ന് മാത്രം. പിന്നെ ആണ് ഇതിൻ്റെ പിച്ച്ഡ് റൂഫിനെ കുറിച്ചിട്ടാണ് അവർ ആദ്യം പറയുന്നത്. പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ലോപ്പിംഗ് റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. ഈ പിച്ച്ഡ് റൂഫിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ചെരിഞ്ഞ പ്രതലമുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പിച്ച്ഡ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫ് എന്ന് പറയുന്നത്. പിച്ച്ഡ് റൂഫ് താഴെ പറയുന്ന രീതിയിലൊക്കെ നമുക്കുണ്ട്. അപ്പോൾ
പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിച്ച്ഡ് റൂഫ് ചോദിക്കുമ്പോൾ നമ്മളിതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എഴുതുമ്പോൾ അതെന്താണെന്നും കൂടി ഇതുപോലെ എഴുതി വെക്കണം. അപ്പോൾ പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ, ചെരിഞ്ഞ ഇതിൽ കൊടുക്കുന്ന ചെരിഞ്ഞ പ്രതലമുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്ലോപ്പിംഗ് റൂഫിനെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നോക്കാം. അതിലൊന്നാമത് പറയണതാണ് ലീൻ ടു റൂഫ്. അപ്പോൾ പ്രധാനമായിട്ടും റൂഫിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് സ്ലോപ്പിംഗ് റൂഫ്, അതായത് പിച്ച്ഡ് റൂഫ്, ഫ്ലാറ്റ് റൂഫ്, കർവ്ഡ് റൂഫ്. അതിൽ പിച്ച്ഡ് റൂഫിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡ്രോയിങ്ങിലും വരുന്നൊരു സംഭവമാണ് കേട്ടോ. നമുക്കിത് ഡ്രോയിങ്ങിലും വരുന്ന, അതായത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിച്ച്ഡ് റൂഫാണ് നമ്മളോട് വരയ്ക്കാനായിട്ട് പറയുക, എക്സാമിന് വരയ്ക്കാൻ പറയുന്ന റൂഫുകൾ. അപ്പോൾ റൂഫ് എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് പ്രാക്ടിക്കലിനും ആവശ്യമാണ്, അതായത് ട്രേഡ് ഡ്രോയിങ്ങിനും ആവശ്യമാണ്, തിയറിക്കലി നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ റൂഫിനെ നമ്മൾ എത്രയായിട്ട് അതായത് പിച്ച്ഡ് റൂഫിനെ, അതായത് സ്ലോപ്പിംഗ് റൂഫിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത് പറയുന്നതാണ് ലീൻ ടു റൂഫ്, രണ്ടാമത് പറയുന്നതാണ് ഗേബിൾ റൂഫ്, മൂന്നാമത് പറയുന്നതാണ് ഹിപ്പ് റൂഫ്, നാലാമത് പറയുന്നതാണ് ഗാംബ്രൽ റൂഫ്, അഞ്ചാമത് പറയുന്നതാണ് മാൻഷേർഡ് ഓർ ക്വേഡ് റൂഫ്, ആറാമത് പറയുന്നതാണ് ഡെക്ക് റൂഫ്. ഇങ്ങനെ 6 രീതിയിൽ നമുക്കിതിനെ തരംതിരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതിലൊരു 5 എണ്ണമെങ്കിലും നമ്മളത് പഠിച്ചു വെച്ചിരിക്കണം. കാരണം 5 എണ്ണമാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 5 എണ്ണമാണ് നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലീൻ ടു റൂഫ് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എങ്ങനെയാണ്, അതായത് ഈ പിച്ച്ഡ് റൂഫിൻ്റെ ആ ഒരു ചെറിയൊരു ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ അവർ തരുന്നുണ്ട്. ചെറിയ സ്പാൻ മുറിക്കുക, അതായത് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ആർച്ച് എടുക്കുന്ന സമയത്ത് സ്പാൻ എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു സ്പാൻ എന്ന് പറയുന്നത്, വോൾ ടു വോൾ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ സ്പാൻ മുറിക്കോ, അതായത് ചെറിയ സ്പാനുള്ള മുറിക്കോ വരാന്തയ്ക്കോ നമ്മൾ എന്ത് കൊടുക്കുന്നു, ലീൻ ടു റൂഫ് ഉപയോഗിക്കാം. അതായത് വരാന്തകൾ, ലീൻ ടു റൂഫ്, ഇനി അതിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, വൺ സൈഡ് ചെരിഞ്ഞിട്ടുള്ള റൂഫുകളില്ലേ, അതിനെയാണ് നമ്മൾ ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ, പണ്ടത്തെ നമ്മൾ ഈ കോളനികളിലൊക്കെ പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ കോളനികളിലൊക്കെ 2 സൈഡിലേക്കും വീടുകളായിരിക്കും. അതായത് ഒരു സൈഡിൽ ഒരു വീട്, അപ്പുറത്തെ സൈഡ് ഒരു വീട്, ഒരു റൂഫിൻ്റെ തന്നെ 2 സൈഡിൽ 2 വീട്, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോൾ ഒന്നും അതില്ല, പക്ഷെ പഴയ കോളനികളിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഒരു റൂഫിൻ്റെ തന്നെ ഒരു ചെരുവിൽ ഒരു വീട്, മറ്റൊരു ചെരുവിൽ മറ്റൊരു വീട്, അങ്ങനെ ഉള്ള ഒരു സിസ്റ്റം. അതായത് ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ ചെരിവ് കൊടുത്തിട്ടുള്ള റൂഫിനെയാണ് നമ്മൾ ലീൻ ടു റൂഫ് എന്ന് നമ്മളതിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ചെരിവ് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്, നമ്മുടെ വീടുകളിൽ വല്ല വരാന്തകളോ ഇനിയിപ്പോൾ വല്ല വിറക് വരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മളൊരു വൺ സൈഡ് ഇത് കൊടുക്കുക. അപ്പോൾ വൺ സൈഡ് സ്ലോപ്പുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അതാണ് വരാന്തയ്ക്കോ ലീൻ ടു റൂഫ് നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. അതായത് ചെറിയ സ്പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു കടമുറി പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക്, ഇപ്പോൾ ഇപ്പൊക്കെ തൊഴുത്തുകൾ അങ്ങനെ അപ്പൊക്കെ നമ്മൾ അങ്ങനത്തെ റൂഫുകളാണ് നമ്മൾ അങ്ങനെ, ഇപ്പോൾ തൊഴുത്തിനായാലും കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നാലും ചെറിയ രീതിയിലാണെങ്കിൽ ഈ വിറക് പറയോ തൊഴുത്ത് അങ്ങനെയുള്ള ഇതിലേക്കാണ് നമ്മളൊരു വൺ സൈഡ് റൂഫ് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ സ്പാനുള്ള ഒരു മുറിക്കോ അല്ലെങ്കിൽ വരാന്തയ്ക്കോ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ലീൻ ടു റൂഫ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ വൺ സൈഡ് സ്ലോപ്പുള്ള റൂഫിനെയാണ് ലീൻ ടു റൂഫ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വൺ സൈഡ് സ്ലോപ്പ് കൊടുക്കുന്ന റൂഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. മധ്യത്തിലെ റിഡ്ജിൽ നിന്നും ഇരുവശത്തേക്കും ചെരിഞ്ഞു പോകുന്നതാണ് ഗാബിൾ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാബിൾ എൻഡിനെ കുറിച്ച് നമ്മൾ മുൻപൊരു കാര്യം നമ്മൾ പറഞ്ഞത്, ഗാബിൾ എൻഡ് എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ പോലെയാണ് ഗാബിൾ എൻഡ് വരുന്നത്. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് മധ്യത്തിലെ റിഡ്ജിൽ നിന്നും ഇരുവശത്തേക്കും ചെരിഞ്ഞു പോകുന്ന റൂഫിനെയാണ് നമ്മൾ ഗാബിൾ റൂഫ് എന്ന് പറയുന്നത്. അതായത് മുകളിൽ നമുക്കതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും അല്ലേ, നമ്മൾ എന്താ പറയുക, ഉത്തരം എന്നൊക്കെ പറഞ്ഞ പോലെ അവിടുന്ന് 2 സൈഡിലേക്കും ചെരിഞ്ഞു പോകുന്ന റൂഫ്.
അപ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേബിൾ റൂഫ് എന്ന്. അപ്പോൾ എൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ, അപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അതേ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗേബിൾ റൂഫ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ലീൻ ടു റൂഫ് കൊടുത്തിട്ടില്ലേ, ഇതാണ് ഗേബിൾ റൂഫ്. അതായത് മുകളിൽ കാണുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. ഉത്തരം എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. റിഡ്ജ് അവിടെ വെക്കുന്ന ആ ഒരു ഉത്തരത്തിന് നമ്മൾ റിഡ്ജ് പീസ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും ആ ഒറ്റ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്ലോപ്പ് പോയിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുന്നില്ല, ഇതിനെയാണ് നമ്മൾ ഗേബിൾഡ് റൂഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ എൻഡിനെ ഗേബിൾ എൻഡ് എന്ന് പറയും. ഇവിടെ വെക്കുന്ന വിൻഡോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം പഠിച്ചത്, ഗേബിൾ വിൻഡോ. ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വിൻഡോ പഠിച്ച സമയത്ത് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന വിൻഡോസിന്, ഗേബിൾ എൻഡിൽ കൊടുക്കുന്ന വിൻഡോസിനെയാണ് ഗേബിൾ വിൻഡോ എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വാക്ക് നമ്മളന്ന് പറഞ്ഞത്. ഇനി അതായത് റിഡ്ജിൽ നിന്നും ഇരുവശത്തേക്കും ചെരിഞ്ഞു പോകുന്നതാണ് ഗേബിൾ റൂഫ് എന്ന് പറയുന്നത്. 4 ഭാഗത്തേക്കും ചെരിഞ്ഞ പ്രതലത്തോടു കൂടിയതാണ് ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. ഹിപ്പ് റൂഫ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2 സൈഡിലേക്ക് മാത്രമല്ല 4 സൈഡിലേക്കും അതിൻ്റെ ചെരിവുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഗേബിൾ റൂഫ് പോലെ തന്നെ ഇരുവശത്തേക്കും ചെരിഞ്ഞു പോകുന്നതാണ് ഗാംബ്രൽ റൂഫ്. എന്നാൽ ഓരോ ഭാഗത്തും ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. ലീൻ ടു റൂഫ് കൊടുത്തിട്ടുണ്ടാണ്, 1 സൈഡ് ചെരിവാണ് ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. ഗാംബ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേബിൾ റൂഫ് പോലെ തന്നെ 2 സൈഡിലേക്ക് സ്ലോപ്പാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കും കൂടി വരുന്നുണ്ട്. അതാണ് ഗാംബ്രൽ റൂഫ് എന്ന് പറയുന്നത്. ഹിപ്പ് റൂഫ് പോലെ തന്നെ 4 വശത്തേക്കും ചെരിഞ്ഞു പോകുന്നതാണ് മൻഷാർഡ് റൂഫ് എന്ന് പറയുന്നത്. മാൻഷാർഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡിലേക്കും ഹിപ്പ് റൂഫ് പോലെ തന്നെ 4 സൈഡിലേക്കും നമുക്ക് എന്ത് വരുന്നുണ്ട്, ചെരിവ് വരുന്നുണ്ട്. പക്ഷേ ആ പോകുന്ന സ്ഥലത്തൊക്കെ എന്തുണ്ട്, എല്ലാ ഭാഗത്തും എന്തുണ്ടായിരിക്കും, ഒരു ബ്രേക്ക് കൊടുത്തിട്ടായിരിക്കും അത് പോകുന്നത്. ഇനി ഹിപ്പ് റൂഫ് പോലെ തന്നെ 4 വശത്തേക്കും ചെരിഞ്ഞു പോകുന്നതാണ് ഡെക്ക് റൂഫ്. എന്നാൽ മുകൾ ഭാഗത്ത് ഒരു ഡെക്ക് അല്ലെങ്കിൽ പരന്ന പ്രതലം ഉണ്ടായിരിക്കും. 6 തരം പിച്ചഡ് റൂഫുകളും താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ഡെക്ക് റൂഫ്. സംഭവം 4 സൈഡിലേക്കും ചെരിവ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ടോപ്പിൽ അത് കാണുന്നില്ലേ, അല്ലേ? ഓക്കെ. ഇപ്പോൾ വന്നില്ലേ റൂഫ്, അല്ല സ്ക്രീൻ? സ്ക്രീൻ വന്നോ? അയ്യോ, എൻ്റെ വോയിസ് ഓഫ് ആവൂലേ? ഇപ്പോൾ ഓക്കെ ആയോ? മൂവ് ചെയ്യണില്ലേ? ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 6 തരം റൂഫുകൾ, അതായത് പിച്ച്ഡ് റൂഫിന് നമ്മൾ 6 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും റൂഫിനെ 3 ആയി തരംതിരിച്ചിരിക്കുന്നു. അതിനുശേഷം പ്രധാനമായിട്ട് പിച്ച്ഡ് റൂഫിനെ 6 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. ഈ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് എക്സാമിന് ചോദ്യമായിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ 6 റൂഫിൻ്റെ പിക്ചറാണ് ഇതിൽ. ഇപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത് പറഞ്ഞതാണ് ലീൻ ടു റൂഫ്. 1 സൈഡ് ചെരിവുള്ള റൂഫിനെയാണ് നമ്മൾ ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞതാണ് ഗേബിൾ റൂഫ്. അതായത് റിഡ്ജിൽ നിന്ന്, അതായത് മുകളിലെ ആ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്കും സ്ലോപ്പ് പോയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരികയാണെങ്കിൽ അതിനെയാണ് ഗേബിൾ റൂഫ് എന്ന് പറയുന്നത്. ഹിപ്പ് റൂഫ് എന്ന് പറഞ്ഞാൽ 4 സൈഡിലേക്കും ചെരിവ് പോവുകയാണെങ്കിൽ നമ്മളതിനെ ഹിപ്പ് റൂഫ് എന്ന് പറയും. പിന്നെ ഗാംബ്രൽ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗേബിൾ റൂഫ് പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ആ ചെരിവ് സ്ലോപ്പ് വരുന്നിടത്ത് ഒരു ബ്രേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്ലോപ്പ് കൊടുക്കുന്നത്. അതാണ് ഗാംബ്രൽ. അതുപോലെ തന്നെ ഡെക്ക് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പ് റൂഫ് പോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ടോപ്പ് ഇങ്ങനെ കൂർത്തതായിരിക്കില്ല, എങ്ങനെയുള്ളതായിരിക്കും, പരന്നതായിരിക്കും. അതാണ് ഡെക്ക് റൂഫിൻ്റെ
പ്രത്യേകത. പിന്നെയെന്ന് പറയുന്നത് മാൻഷാഡ് റൂഫാണ്. മാൻഷാഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹിപ്പ് റൂഫ് പോലെ തന്നെ 4 സൈഡിലേക്കും സ്ലോപ്പ് ഉണ്ട്, 4 സൈഡിലേക്കും ഇതുണ്ട്. പക്ഷേ എന്താണ്, ഇതിനൊരു ബ്രേക്ക് കൊടുത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മാൻഷാഡ് റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 6 ടൈപ്പ് റൂഫുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഓരോ റൂഫും എന്താണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൺസ്ട്രക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ചോദ്യങ്ങൾ നമുക്ക് കുറേ തിയറി ഇങ്ങനെ വലിച്ചു വാരി എഴുതാനൊന്നുമില്ല, ഇതെന്താണെന്നുള്ളത് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ലീൻ ടു റൂഫ് എന്താണെന്ന് എഴുതുമ്പോൾ ലീൻ ടു റൂഫ് എന്താ, 1 സൈഡ് സ്ലോപ്പ് കൊടുക്കുന്ന റൂഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. ഇത്രയുള്ള അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ചിത്രം ഇതുപോലെ, ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കണം എന്നില്ല, അതിൻ്റെ ചിത്രം ഞാൻ വേറെ കാണിച്ചു തരാം, അത് വരയ്ക്കാം. അപ്പോൾ ഇതാണ് എന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഗേബിൾ റൂഫ് എന്താണെന്ന് എഴുതുക. 2 സൈഡിലേക്ക് റിഡ്ജിൽ നിന്ന് 2 സൈഡിലേക്കും സ്ലോപ്പ് കൊടുത്തിട്ടുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേബിൾ റൂഫ് എന്ന് പറയുന്നത്. ഹിപ്പ് റൂഫിന് അതുപോലെ തന്നെ 4 സൈഡിലേക്കും ചെരിവുള്ള റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. പിന്നെ ഗാംബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഗേബിൾ റൂഫ് പോലെ തന്നെ, പക്ഷെ നമ്മളൊരു ബ്രേക്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ സ്ലോപ്പ് കൊടുക്കുന്നത്. ഡെക്കാണെന്നുണ്ടെങ്കിൽ ഹിപ്പ് റൂഫ് പോലെ തന്നെ, പക്ഷെ അതിൻ്റെ ടോപ്പ് എങ്ങനെയുള്ള ഒരു പ്രതലമായിരിക്കും, കൂർത്തതായിരിക്കില്ല. പിന്നെന്താണ്, പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ മാൻഷാഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഹിപ്പ് റൂഫ് പോലെ തന്നെ, പക്ഷേ അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ടാണ് 4 സൈഡിലേക്ക് നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓരോ ചിത്രങ്ങളും കൂടി. ഇപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ലീൻ ടു റൂഫിൻ്റെ സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ലീൻ ടു റൂഫ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുപോലെ ഇതാണ് എന്ത്, കപ്പിൾ റൂഫ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്നത്, സെക്ഷൻ വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ ഇതുപോലെയല്ല, അതായത് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ പോലെ ഒരു വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതല്ല വരയ്ക്കേണ്ടത്, വരച്ച് വെക്കേണ്ടത് മറ്റേ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ് 6 ടൈപ്പ് റൂഫുകൾ എന്നുള്ളത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. പിക്ചർ റൂഫിനെ നമ്മൾ 6 തരംതിരിച്ചിട്ടുണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്കതിൻ്റെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും 3 തരംതിരിച്ച റൂഫിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, പിച്ച്ഡ് റൂഫ്, ഫ്ലാറ്റ് റൂഫ്, കർവ്ഡ് റൂഫ്. അതിൽ പിച്ച്ഡ് റൂഫിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ലീൻ ടു റൂഫ്, ഗേബിൾ റൂഫ്, ഹിപ്പ് റൂഫ്, അതുപോലെ തന്നെ ഗാംബ്രൽ, മാൻഷാഡ്, ഡെക്ക്, ഇങ്ങനെ നമ്മൾ 6 തിരിച്ചിരിക്കുന്നു പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കമ്പോണൻസ് പാർട്സുകളാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കാം. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഇതിൻ്റെ കമ്പോണൻസ് പാർട്സുകളാണ്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ ഭാഗങ്ങൾ പഠിക്കാനായിട്ട്. ഇതിനെ ഓരോന്നിനും ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ എന്താണ് പറയുക എന്നുള്ളത്. ചില വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് പരിചിതമില്ലാത്തതുണ്ടാവുള്ളൂ. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ പഠിക്കണം, കാരണം ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചോദിക്കാട്ടാം, അതായത് ഒരു റൂഫിൻ്റെ 5 ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു റൂഫ് വരച്ചിട്ട്, ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്, ഇതുപോലെ വരച്ചിട്ട് നിങ്ങളതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഭാഗങ്ങൾ വരുന്നതെന്നുള്ളത്. അതിലൊന്നാമത് പറയണത് എന്താണ്, സ്പാൻ. നമുക്കറിയാവുന്നതാണ്, സ്പാനിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വോൾ ടു വോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാൻ എന്ന് പറയുന്നത്. ഈ സ്പാനിന് ഈ പിച്ച്ഡ് റൂഫിൽ, അതായത് സ്ലോപ്പിംഗ് റൂഫിൽ സ്പാനിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാൻ അനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്ലോപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇത് സ്പാനുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. പിന്നെ ഈ സ്പാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റൂഫുകളെ തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഓരോ സ്പാനിനും ഇത്ര സ്പാനിൻ്റെ അകത്ത് വരികയാണെങ്കിൽ അത് ഇന്ന സ്പാൻ, അതിൽ കൂടുതൽ സ്പാൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റൂഫുകളുടെ തരംതിരിവ് മാറി മാറി വരും. പല ടൈപ്പ് റൂഫുകൾ, കാരണം സ്പാൻ കൂടുന്ന, ഇപ്പോൾ കുറച്ച് സ്പാൻ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പില്ലർ മതി അല്ലേ. ആ സ്പാൻ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തും കൂട്ടണം നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അത് അങ്ങനെ സ്പാന് വളരെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുമ്പോഴും. അതുപോലെ തന്നെ
ഈ സ്പാൻ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റൈസ് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ ഹൈറ്റ്, ഇപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിൾ പോലെ വരുന്ന അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ സ്പാൻ അനുസരിച്ചിട്ടാണ്. ഈ ഹൈറ്റ് നമ്മൾ, അതായത് 1/3 ഭാഗമാണ് നമ്മൾ സാധാരണ റൈസ് നമ്മൾ കൊടുക്കാറ്. സ്പാൻ എത്രയാണോ ആ സ്പാനിൻ്റെ 1/3 ഭാഗമാണ് നമ്മളതിൻ്റെ റൈസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റൈസ് എന്താണെന്നുള്ളതൊക്കെ നമുക്കിതിൽ നോക്കാം. അപ്പോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാൾ ടു വാൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ എന്ന് നമ്മൾ പറയുന്നത്. അതെന്ത് ഡിസ്റ്റൻസ് ആണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കേട്ടോ, വെർട്ടിക്കൽ അല്ല. വാൾ ടു വാൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ എന്ന് പറയുന്നത്. അടുത്താണ് റൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു റൈസ്, അതായത് വാൾ പ്ലേറ്റും റിഡ്ജും തമ്മിലുള്ള, ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ഹൈറ്റ് ഉണ്ടല്ലോ, വാൾ പ്ലേറ്റും റിഡ്ജ്, ഇപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ട്രയാങ്കിൾ പോലെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈനും ഇതിൻ്റെ റിഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈറ്റായിട്ട് ഇതിനെയാണ് എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്പാനിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ ഈ റൈസിൻ്റെ ഹൈറ്റ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. പിന്നെ ഏതാണ് അടുത്ത ഭാഗം? സ്പാൻ, റൈസ്, പിച്ച്. പിച്ച് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ സ്ലോപ്പിങ്ങിന് നമ്മൾ സ്റ്റെയറിൽ പറഞ്ഞില്ലേ, അത് ആംഗിള്, ആ ആംഗിളിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇതിലും ആ ആംഗിളിനെ തന്നെയാണ് നമ്മൾ, ഈ കൊടുക്കുന്ന ഈ ആംഗിളിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഈവ്സ്, ഈ പേര് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈവ്സ് എന്ന് പറയുന്ന പേര്. ഡി, അതായത് 4ാമത്തെ പേരാണ് ഈവ്സ്. ഈവ്സ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ എൻഡിൽ കൊടുക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ എൻഡിൽ, അതായത് ഇങ്ങനെ താഴത്തേക്ക് വെർട്ടിക്കലായിട്ടൊരു ഭാഗം കിടക്കണം കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവ്സ് ബോർഡ്. ഈവ്സ് എന്നാണ് ആ ഭാഗത്തിനെ പറയുന്നത്. കണ്ടോ ഏരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിരിക്കുന്നത്? ഇതിനെയാണ് ഈവ്സ് എന്ന്, ഈ ഭാഗത്തിനെയാണ് ഈവ്സ് ബോർഡ്. ഇവിടെ കൊടുക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഈവ്സ് ബോർഡ് എന്ന് പറയുന്നത്. ഈവ്സിൽ കൊടുക്കുന്ന, അതായത് ഏറ്റവും എൻഡ് ഭാഗം, അതായത് ഒരു റാഫ്റ്ററിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവ്സ് ബോർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഈവ്സ് ബോർഡ്, ഈവ്സ് എന്ന് പറയുന്നത് ഈ എൻഡ് ഭാഗത്തിനെയാണ് കേട്ടോ ഈവ്സ് എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെയാണ് ഈവ്സ് എന്ന് പറയുന്നത്. അവിടെ വെക്കുന്ന പാർട്ടുണ്ടല്ലോ, ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവ്സ് ബോർഡ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ എൻഡിൽ വെക്കുന്ന ഭാഗത്തിനെ നമ്മൾ വരയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ അത് വരയ്ക്കുന്നുണ്ട്. അതിന് ഇത് പറയുന്നത് വെച്ചാൽ സപ്പോർട്ടിംഗ് ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന റൂഫിൻ്റെ താഴെ അറ്റത്തുള്ള ഭാഗമാണ് ഈവ്സ് എന്ന് പറയുന്നത്. മഴവെള്ളം താഴോട്ടേക്ക് വിറ്റ് വീഴുന്നത് ഈവ്സിൽ നിന്നാണ്. ഈ ഈവ്സിൽ നിന്നാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ആ വെള്ളം പോകാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ ഈവ്സ് ബോർഡ് എന്ന് പറയും. ആ ഭാഗത്തിനെയാണ് ഈവ്സ്, വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഭാഗത്തിന് ഈവ്സ് എന്ന് പറയുന്നു, അവിടെ കൊടുക്കുന്ന പാർട്ടിനെയാണ് അവർ ഈവ്സ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. അടുത്ത ഭാഗം എന്താണ്? ഇപ്പം റിഡ്ജ്. റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ടോപ്പ് കണ്ട, അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് റിഡ്ജ്. ഈ റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ലേ, അതാണ് റിഡ്ജ്. ആ ടോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡ്ജ്. അവിടെ കൊടുക്കുന്ന ആ ബീമിനെയാണ് നമ്മൾ റിഡ്ജ് ബീം, അല്ലെങ്കിൽ റിഡ്ജ് പീസ്, അല്ലെങ്കിൽ റിഡ്ജ് എന്നൊക്കെ പറയും. അതായത് റിഡ്ജ് പീസ് ഓർ റിഡ്ജ് ബീം എന്നൊക്കെ പറയും. ഇത് റിഡ്ജ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും റൂഫിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉത്തരം എനിക്ക് എങ്ങനെ പറയാമെന്ന് എനിക്ക് മലയാളം എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇവിടെ എങ്ങനെയാണ് എന്താ പറയുക, അതിൻ്റെ കറക്റ്റ് വേർഡ് എനിക്കറിയില്ല കേട്ടോ. ഉത്തരം എന്നാണെന്ന് ഞാൻ വിചാരിക്കണു, എനിക്കറിയില്ല. അതായത് നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന ഭാഗം, അപ്പോൾ അത് റിഡ്ജ് ബീമാണ്. ആ ഭാഗത്ത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? റിഡ്ജ് എന്ന് പറയും. അതായത് ഈ ടോപ്പ് ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? റിഡ്ജ് എന്ന് പറയും. പക്ഷേ അവിടെ വെക്കുന്ന പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഒന്നുകിൽ റിഡ്ജ് പീസ് എന്ന് പറയും, അല്ലെങ്കിൽ റിഡ്ജ് ബീം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ആ ഭാഗത്തിന് എന്ത് പറയുന്നു എന്നായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ? അത് റിഡ്ജാണ്. അവിടെ വെക്കുന്ന പാർട്ടിനെ എന്ത് പറയുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഒന്നുകിൽ റിഡ്ജ് പീസ് എന്നായിരിക്കും തരിക, അല്ലെങ്കിൽ റിഡ്ജ് ബീം എന്നായിരിക്കും തരിക. അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതണം കേട്ടോ. അതുപോലെ തന്നെ ഈവ്സ് എന്ന് പറയുന്നത് ആ താഴെയുള്ള ഭാഗത്തിനെയാണ്, അതായത് റാഫ്റ്ററിൻ്റെ താഴെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഏറ്റവും അടിയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഈവ്സ് എന്ന് പറയുന്നത്. അവിടെ വെക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവ്സ് ബോർഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ 5 പേരുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് സ്പാൻ, രണ്ടാമത്തെ റൈസ്, മൂന്നാമത്തെ പിച്ച്, നാലാമത്തെ ഈവ്സ്,
അഞ്ചാമത്തെ റിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതിൽ റിഡ്ജിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ ചെയ്യുന്നത്? സ്ലോപ്പിങ്ങിൻ്റെ അപ്പെക്സ് ലൈൻ, അതായത് ഇതിൻ്റെ ഏറ്റവും സ്ലോപ്പിങ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലൈൻ എന്നുള്ളതാണ്. റൂഫ് ട്രസ്സിൻ്റെ അപ്രോക്സിലെ മരത്തിൽ നിർമ്മിതമായ ഘടകത്തെ റിഡ്ജ് പീസ് അല്ലെങ്കിൽ റിഡ്ജ് ബീം എന്ന് അല്ലെങ്കിൽ റിഡ്ജ് ബോർഡ് എന്നൊക്കെ നമ്മളതിനെ അറിയപ്പെടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആ പേരുകളൊക്കെ ചിലപ്പോൾ ബീം എന്ന് ചോദിക്കാം, ചിലപ്പോൾ പീസ് എന്ന് ചോദിക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത വേർഡ് പറയുന്നതാണ് വാലി എന്ന് പറയുന്നുണ്ട്. വാലി എന്താണ്? വാലി രണ്ട് റൂഫ് പ്രതലങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് 180 ഡിഗ്രി കുറഞ്ഞ ആംഗിളിൽ രൂപപ്പെടുന്ന ഭാഗം എന്നാണ്. അപ്പോൾ വാലി ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് രണ്ട് റൂഫുകൾ കൂടിച്ചേരുന്ന ഭാഗത്ത്, അതായത് ഇവിടെ നോക്കുമ്പോൾ വാലി എന്ന് പറഞ്ഞാൽ എന്താ? താഴ്വാരം പോലെയൊക്കെ അല്ലേ. അപ്പോൾ രണ്ട് റൂഫുകൾ ഇതുപോലെ കൂടിച്ചേരുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഈ രണ്ട് ഒരു താഴ്വാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചെരിഞ്ഞ പ്രദേശമല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ രണ്ട് റൂഫുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രണ്ട് റൂഫ് പ്രതലങ്ങൾ കൂട്ടിമുട്ടുന്ന അറ്റത്ത് 180 ഡിഗ്രി കുറഞ്ഞ ആംഗിളിൽ രൂപപ്പെടുന്ന ഭാഗം. ഈ ഒരു ആംഗിളിൽ രൂപപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് എന്താണ്? ഹിപ്പ്. രണ്ട് സ്ലോപ്പിംഗ് പ്രതലങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് രൂപപ്പെടുന്ന 180 ഡിഗ്രി കൂടിയ റിഡ്ജ് രൂപമാണ് ഹിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ ഹിപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഹിപ്പ് എന്താ പറഞ്ഞത്? ഹിപ്പിനെ കുറിച്ച് എന്താ അവർ പറഞ്ഞത്? രണ്ട് സ്ലോപ്പിംഗ് പ്രതലങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് രണ്ട് സ്ലോപ്പിംഗ്, അതാണ് ഹിപ്പ്. ഇപ്പം ഇങ്ങോട്ടൊരു സ്ലോപ്പ് ഇങ്ങോട്ടൊരു സ്ലോപ്പ് അല്ലേ. അപ്പോൾ രണ്ട് സ്ലോപ്പിംഗ് പ്രതലങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിപ്പ് എന്ന് പറയുന്നത്. മറ്റേത് എന്തായിരുന്നു? രണ്ട് റൂഫുകൾ തമ്മിലുള്ള ആംഗിളാണ് കേട്ടോ എന്തെന്ന് പറയുന്നത്? വാലി എന്ന് പറയുന്നത്. രണ്ട് റൂഫ് പ്രതലങ്ങൾ തമ്മിലുള്ളത്. ഹിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്ലോപ്പിംഗ് പ്രതലങ്ങൾ തമ്മിലാണ് എന്തെന്ന് പറയുന്നത്? കൂട്ടിമുട്ടുന്ന ഭാഗത്തുണ്ടാകുന്ന 180 ഡിഗ്രി ആംഗിൾ കുറഞ്ഞ ആ ഒരു ഇതിനെ കൂടിയതിനെയാണ് ഹിപ്പ് എന്ന് പറയുന്നത്. കൂടിയ റിഡ്ജ് രൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് റൂഫിൻ്റെ രണ്ട് പ്രതലങ്ങൾ രണ്ട് റൂഫുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംഗിളാണത്. ഈ ഹിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ റിഡ്ജിൻ്റെ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിപ്പ് എന്ന് പറയുന്നത്. ആ രണ്ടൊരു വ്യത്യാസം രണ്ട് രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്താണ് ഗാബിൾ. പിച്ച് റൂഫിൻ്റെ അറ്റത്ത് ചുമരിൽ രൂപപ്പെടുന്ന ത്രികോണ രൂപത്തിനെയാണ് നമ്മൾ ഗാബിൾ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഗാബിൾഡ് വിൻഡോ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ഈ ട്രയാങ്കിൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഗാബിൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഹിപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ റൂഫിൻ്റെ അകത്ത് രൂപപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ചെരിഞ്ഞ ഭാഗം. നമ്മൾ ഹിപ്പ് നേരത്തെ പറഞ്ഞില്ലേ, ആ ഭാഗത്തുണ്ടാകുന്ന എൻഡിനെയാണ് നമ്മൾ ഹിപ്പ് എൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുപോലെ ഗാബിൾ പറഞ്ഞു. വെർജ്. ഈവ്സിനും റിഡ്ജിനും ഇടയിലുള്ള ഭാഗം ഏതാണ്? ഈവ്സിനും റിഡ്ജിനും ഇടയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർജ് എന്ന് പറയുന്നത്. ഈവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അടിയിലുള്ള ഭാഗം അല്ലേ. വെർജ് മാർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിൽ? ഇല്ല, വെർജ് മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കി. റിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ടോപ്പിലെ ഭാഗം അല്ലേ. ഈവ്സ് എന്ന് പറഞ്ഞത് അറിയാം നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ്. അപ്പോൾ റിഡ്ജ് മുതൽ അതിൻ്റെ അടിഭാഗം വരുന്ന ആ ഒരു ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ത്? വെർജ് എന്ന വാക്കുകൊണ്ടാണ് നമ്മളതിനെ സൂചിപ്പിക്കുന്നത്. ഈവ്സിനും റിഡ്ജിനും ഇടയിലുള്ള ഭാഗം. അടുത്ത എന്താണ്? ബാർജ് ബോർഡ്. വെർജ് രൂപപ്പെടുന്ന കോമൺ റാഫ്റ്റേഴ്സിനെ ഉറപ്പിച്ചു നിർത്താനുള്ള പലക. അപ്പോൾ എന്താണ് കോമൺ റാഫ്റ്റർ എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. കോമൺ റാഫ്റ്റർ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല, പക്ഷെ അതിൻ്റെ മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കും. കോമൺ റാഫ്റ്ററിനെ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം വാക്കെന്ന് പറയുന്നത് കഴുക്കോൽ എന്നാണ്. അതായത് റിഡ്ജ് ബേസ് മുതൽ നമ്മളെവിടം വരെയാ? ഏറ്റവും താഴേക്ക് അല്ലേ, നീട്ടിക്കൊടുക്കുന്ന സ്ലോപ്പായിട്ട് ഇങ്ങനെ ചെരിച്ച് നീട്ടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
കോമൺ റാഫ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതായത് ടോപ്പ് മുതൽ ഈ ചെരിഞ്ഞ് കോമൺ റാഫ്റ്റർ ആണ് ഇങ്ങനെ ചെരിഞ്ഞ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ദേ ഈ റൂഫിൽ കാണുമ്പോൾ കാണാം അങ്ങനെ റിഡ്ജ് പീസ് മുതൽ ഈവ്സ് വരെ ഇതിങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കൂട്ടാ. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തിന് ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ റാഫ്റ്റർ. അതിനെ കഴുക്കോൽ എന്നാ പറയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് വേറെ പേരുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ റിഡ്ജ് പീസ് മുതൽ ഈവ്സ് വരെ നീണ്ടു കിടക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ റാഫ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഈവ്സ് ബോർഡ് അല്ലെങ്കിൽ ഫാസിയ ബോർഡ് അതൊന്നും നമുക്കതില്ല. ഈവ്സ് ബോർഡിൻ്റെ കൊടുക്കുന്ന, അതായത് ഈവ്സിലെ കോമൺ റാഫ്റ്റേഴ്സിൻ്റെ പാദഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന 25 മില്ലിമീറ്റർ കനവും 250 മില്ലിമീറ്റർ വീതിയുള്ള മരപ്പലക. ഇത് വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ വരുന്ന കോമൺ റാഫ്റ്റർ, അത് നമ്മൾ പറഞ്ഞതാണ്. റിഡ്ജിൽ നിന്നും ഈവ്സ് വരെ ചെരിച്ചു വെച്ചിരിക്കുന്ന മരത്തിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത്. ഇത് റിഡ്ജ് ബീമുമായിട്ട് ഏത് രീതിയിലാണ് വെച്ചിരിക്കുന്നത്, ബിവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ പർലിനുകളുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. റൂഫ് കവർ ചെയ്യുന്ന വസ്തുക്കൾക്കനുസരിച്ച് 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ അകലത്തിലാണ് കൊടുക്കുന്നത്. അതായത് കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുക്കോല് വെക്കുന്നതാണ്. റിഡ്ജ് പീസ് മുതൽ താഴെ യൂസ് വരെ നമ്മൾ നീട്ടി കൊടുക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരൊറ്റ പീസായിരിക്കും അല്ലേ ഈ കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഒരൊറ്റ പീസായിരിക്കും. ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് അവർ പറഞ്ഞത്, അത് കൊടുക്കുന്ന റൂഫ് കവർ ചെയ്യുന്ന വസ്തുക്കൾക്കനുസരിച്ചിട്ട് 30 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ നമുക്കത് കൊടുക്കാമെന്ന് പറയുന്നത്. 30 മുമ്പ് ഏകദേശം ഒരു അടിയോളം ഇതിൽ നമുക്ക് 30 മുതൽ 45 വരെ സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഈ കോമൺ റാഫ്റ്ററുകൾ. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെയാണ് പറയുന്നത് കേട്ടോ, ഇത് തമ്മിൽ മാറ്റി വയ്ക്കുന്ന ഗ്യാപ്പിനെയാണ് പറയുന്നത്. നമുക്കങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. 9 മണി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പാർട്സുകൾ. ഒന്ന് സ്പാൻ, അത് നമുക്കറിയാവുന്നതാണ്. റൈസ് എന്താണെന്ന് നമുക്കറിയാം. പിച്ച്, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മുന്നത്തെ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചതാണ്. ഇനി വരുന്നത് ഈവ്സ് ആണ്. ഈവ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് ഈവ്സ് എന്ന് പറയുന്നത്. റൂഫിൻ്റെ ഏറ്റവും, അതായത് കോമൺ റാഫ്റ്റിൻ്റെ ഏറ്റവും അടിയിലേക്ക് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈവ്സ് എന്ന് പറയുന്നത്. സ്ലോപ്പ് എൻഡ് ചെയ്യുന്ന ഭാഗം. പിന്നെ നമ്മൾ റിഡ്ജ്, അത് ഏറ്റവും ടോപ്പ് ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡ്ജ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടിനെയാണ് ഭാഗമാണ് എന്ത്, റിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, വാലി. വാലി എന്ന് പറഞ്ഞു രണ്ട് റൂഫുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, വാലി എന്ന് പറയുന്നത്. രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, ഹിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഹിപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ആ എൻഡിനെയാണ്. ഗാബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ പോലെ രൂപപ്പെടുന്നതാണ് എന്ത് പറയുന്നത്, ഗാബിൾ എന്ന് പറയുന്നത്. പിന്നെ വെർജ്, ഈവ്സിനും അതുപോലെ തന്നെ നമ്മുടെ റിഡ്ജിനും ഇടയിലുള്ള ഭാഗമാണ് എന്ത്, വെർജ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് കോമൺ റാഫ്റ്റർ. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിഡ്ജ് പീസ് മുതൽ നീണ്ടു കിടക്കുന്ന സ്ലോപ്പായിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നതിന് നമ്മൾ അതിൻ്റെ കവറിങ് മെറ്റീരിയലിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മളതിന് 30 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ വരെ നമ്മളത് കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ.